ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഒഴിഞ്ഞു മാറി നടന്നാലും വീണ്ടും അടി പൊട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് മസ്താനി ഹൗസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആളവിടെ ഒരു പാവ ഇമേജായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം തകർന്നു പോയിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലെ തന്നെ വളരെയധികം തന്നെ കുലീനമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രൊവോക്കിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് അതിലേ നടക്കുന്നുണ്ട് അപ്പാണിയുടെ അടുത്തുകൂടെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് വിചാരിക്കുന്നത്? അപ്പാണിക്ക് എന്തായാലും ഒന്ന് ട്രിഗർ ആവും. എന്നാൽ മസ്താനി ഒന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വിട്ട് ചോദിക്കുന്നുമുണ്ട്, എനിക്ക് അപ്പാണിയോട് ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ അപ്പാണി പറയുന്ന കാര്യം ഇതാണ്, പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ നമ്പരൊക്കെ മസ്താനിയുടെ കയ്യിലുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പയ്യന്മാരുടെ ആരുടെ ചോദിച്ചാലും കിട്ടും. അവിടെ ഒന്ന് വിളിക്കുകയോ പറയുകയൊന്നും ചെയ്യാതെ ഈ ഒരു ഹൗസിനുള്ളിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബർ ആണെങ്കിലും പറയുന്നുണ്ട്, ഇന്നലെ ആണെങ്കിൽ ബിൻസിയുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കാൻ പോയിട്ട് ബിൻസി എന്തായാലും ട്രിഗർ ആവും, ദേഷ്യപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അറിയാം. കാരണം മസ്താനി തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തെറ്റ് ചെയ്ത ആൾ മറ്റൊരാളെ ദേഷ്യം ഒന്ന് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു മര്യാദയാണ്. അപ്പോൾ പോലും അത് കാണിക്കാതെ ചാച്ചൻ്റെ ഹോട്ടലിലെ പോയെന്ന് ചോദിച്ചാൽ ട്രിഗർ ചെയ്തിട്ടുള്ളത് മസ്താനി തന്നെയാണ്. അതുകൊണ്ട് അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വിഷമം അങ്ങനെ തന്നെ ഉണ്ട്. അതല്ലാതെ അവളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന മൊത്തം ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും മസ്താനി ഇങ്ങനെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ മാസ്ക് ഒക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു വ്യക്തി എന്താണ് വിചാരിക്കേണ്ടത്? കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും മപ്പാണിക്കൊരു സോറി അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കണ്ടസ്റ്റൻസ് പറയുന്നത്. പുള്ളി ഓക്കെയാണ്, മസ്താനിയുടെ വഴിക്ക് പൊക്കോ, ഞാൻ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അപ്പാണി നിൽക്കുന്നത്. വളരെ മര്യാദയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. വീണ്ടും ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്ന മസ്താനി തന്നെയാണ്.